Ladies and gentlemen, Malayalis, welcome back to yet another video. We are continuing with the reaction of Adam John. ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു ആഡം ജോൺ. കാരണം ഇങ്ങനത്തെ സിനിമ ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ സ്കോട്ട്ലൻഡിൽ ഇപ്പം ഈവൻ കേരളത്തിൽ നിന്ന് പുറത്ത് ഫിലിം ചെയ്യുന്ന മൂവീസിനെ കുറവാണ്. ഈവൻ ഫിലിം ചെയ്യുന്ന മലയാളം മൂവീസ് ഉണ്ടെങ്കിൽ കൂടിയും അതിലൊരു ചെറിയ സെഗ്മെൻ്റ് ആയിരിക്കും പുറത്തെ കൾച്ചറോ അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ സ്കോട്ട്ലൻഡിൻ്റെ കൾച്ചർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദിയിലാണെങ്കിൽ ഞാൻ ജിന്ദഗി നമ്മിലേക്ക് ദോബാര കണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സ്പെയിൻ്റെ കൾച്ചർ അതെല്ലാം നല്ല രീതിയിൽ കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു മലയാളം ഫിലിം അധികം കണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. എനിക്ക് ഓർമ്മ ഒന്നും വരുന്നില്ല. മേ ബി ഈ ലണ്ടൻ ബ്രിഡ്ജ് അങ്ങനത്തെ ഫിലിം ഉണ്ടായിരിക്കും, അവിടെ റെക്കമെൻഡേഷൻ വന്ന പോലെ. ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പേഴ്സണലി കണ്ടത് വെച്ചിട്ട് എനിക്ക് അധികം ഫിലിംസ് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. ആൻഡ് വൺ ഓഫ് ദാറ്റ് ഈസ് ആഡം ജോൺ. ഈ ഒരു സിനിമയുടെ യുണീക്നെസ് ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്. പിന്നെ ഞാൻ ഈ സിനിമയെ പറ്റി കുറേ ദിവസം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇങ്ങനൊരു IMDb റേറ്റിംഗ് വന്നത്? എന്തെങ്കിലും റീസൺ ഉണ്ടാവും. പക്ഷേ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു റീസൺ എനിക്ക് കിട്ടിയില്ല. ഇതിൻ്റെ മ്യൂസിക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിലിരുന്ന് കേൾക്കുന്നുണ്ട്. ഈ കാറ്റ് വന്ന് കാത് പറഞ്ഞു എന്നുള്ളൊരു മ്യൂസിക് ഞാൻ 2-3 തവണ മാറി മാറി കേൾക്കുന്നതായിട്ട് കണ്ടു. പിന്നെ ഈവൻ ഞാൻ നോക്കിയപ്പോഴും മനസ്സിലായി ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് ദീപക് ദേവും ഗോപി സുന്ദറും ഒക്കെ ലൈക്ക് അവർ സം ഓഫ് ദ ബെസ്റ്റ് മലയാളം മൂവിയുടെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ നരൻ ഒക്കെ ദീപക് ദേവാണ് ചെയ്തത്. ഗോപി സുന്ദർ ചെയ്തിട്ടുള്ള മൂവീസ് നോക്കുമ്പോൾ തിങ്ക് ബാംഗ്ലൂർ ഡേയ്സ്, ഉസ്താദ് ഹോട്ടൽ, സം ഓഫ് ദ ബെസ്റ്റ് മ്യൂസിക് that we have seen in Malayalam movies. അതിൻ്റെ എല്ലാത്തിൻ്റെയും മ്യൂസിക് ഡയറക്ടേഴ്സ്, കറസ്പോണ്ടിങ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇവർ രണ്ടുപേരുമാണ്. ആൻഡ് ദാറ്റ് മേക്ക് സെൻസ്. കാരണം ഈ മൂവിയുടെ മ്യൂസിക് വാസ് റിയലി ഗുഡ്. ഈവൻ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ആ ഒരു എറി ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു ജോയ്ഫുൾ മൂവി എന്നല്ല തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ക്രൈം ത്രില്ലർ, ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഹൊറർ ക്രൈം ത്രില്ലറിലോട്ട് ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹൊറർ എന്ന് പറഞ്ഞാൽ ജാൻറ നോക്കുമ്പോൾ ഓബിയസ്ലി നമുക്ക് എൻഗേജ് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ കേപ്പബിലിറ്റി ഉണ്ട്. അത് തന്നെ ഇത്ര എൻഗേജ് ആക്കിയിട്ടുണ്ട്. For the same reason, I don't want to continue chatting. I'm just going to get right into the reaction. So without any further ado, let's get right into it. Music. What shots are these, man? The cinematic masterpiece, like I said. Coffee? Oh, വേണ്ട. നീതും തമ്മിൽ വീണ്ടും പ്രശ്നമായോ? ഇതൊന്നുമല്ല. ഇവിടെ വന്ന് നിങ്ങളുടെ ഫാമിലിയിൽ സംഭവിച്ച ട്രാജഡി ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഒരേ നിർബന്ധം. ഒന്ന് അത്തറ്റം വരെ പോയി ഉണ്ണിയും ശേത ഉടനെ കാണണമെന്നും ഇന്ന് സഹിക്കാതായപ്പോൾ എനിക്ക് ഇന്നലെ വൈകിട്ട് അമ്മച്ചി അവിടെ കൊണ്ടുപോകേണ്ടി വന്നു. അവിടെ മുതലാണ് എൻ്റെ ഈ സ്വസ്ഥതക്കേട് തുടങ്ങുന്നത്. ഇതാണ് ഞാൻ KPSC എഴുതിയ കാസ്റ്റ് കണ്ട. ആയിരിക്കും ദൈവം തമ്പുരാൻ അവരുടെ ദേഹത്ത് വീഴിക്കുക. തീമഴ. ശ്വേത, നാളെയല്ലേ? അല്ല, നാളെ കഴിഞ്ഞു. ഡെയ്സി എന്താണ് പിക്ചറിൽ വരാതെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ ഒറ്റയ്ക്ക് ഒരു ഫാമിലി ഫംഗ്ഷൻ ആവുന്ന പറഞ്ഞതാ. ഞാൻ അറിയാലായിരിക്കും. പെണ്ണുക്കര എന്ന് പറയും, തെക്ക. അയ്യോടി, പെണ്ണുക്കര എന്ന് പറഞ്ഞാൽ ഇത്ര അറിയാതിരിക്കാൻ എന്തുവാ? എൻ്റെ അമ്മ വീട് അവിടെ വെച്ചേ, മേക്കറ്റൂര്. കേട്ടതിരിപ്പെട്ട വീടുകളൊക്കെ അറിയാം. എന്തോ ഉണ്ടല്ലോ ഇതില്. കാളിയന്തല എന്നാ വീട്ടുപേര്. കിഴക്ക്. എന്താ സംഭവം? കറുത്തച്ഛൻ ഊട്ടുന്നവര് ഇല്ലയോ? അല്ല, എല്ലാരും കറുത്തച്ഛനും വെളുത്തച്ഛനും ഒന്നും ഊട്ടാറില്ല. ശ്വേത, ബൈ. Oh no. She's the culprit. ശ്വേതയാണോ ചെയ്തതെന്ന് നമുക്കറിയില്ല. പക്ഷെ ശ്വേതയ്ക്ക് എന്തോ പങ്കുണ്ട്. That's for sure. ഒരെണ്ണം അടിക്കുന്നോ? അത് പറഞ്ഞപ്പോഴോ ഓർത്തെ. അമ്മച്ചി ഇന്ന് ഏതാണ്ട് പറഞ്ഞാൽ ഡെയ്സി വെറുപ്പിക്കുന്ന കേട്ടല്ലോ. ഏതോ കറുത്തച്ഛൻ്റെയോ വെളുത്തച്ഛൻ്റെ ഒക്കെ കാര്യം ചോദിച്ച് എന്നതായിരുന്നത്? ഓ, അതോ. എടാ, അവള് കാളിയന്തല കിഴക്കേലെയാ. കാര്യം ക്രിസ്ത്യാനികളും ഒക്കെ തന്നെയാ. പുറമേന്ന് നോക്കുമ്പോ സഭയോടും ഒക്കെ വിധേയപ്പെട്ട് ജീവിക്കുന്നവര്. എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പള്ളി വരും. ഒക്കത്തില് രഹസ്യ ഏർപ്പാടൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. സഭയ്ക്കും പ്രമാണങ്ങൾക്കും നിരക്കാത്ത ചില കർമ്മങ്ങള് ഒക്കെ പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടുള്ളതാന്നേ. കിഴക്ക് പുത്തൻ ചേർപ്പാട്. പഴംപുരാണത്തിനാ എന്റെ മനസ്സിൽ സംശയങ്ങൾ പൊങ്ങിയതും സ്വസ്ഥതയില്ലാതായത്. അതുകൊണ്ട് അമ്മച്ചി പറഞ്ഞതിന്റെ തുടക്കത്തിൽ അവളെ കിഡ്നാപ്പ് ചെയ്യുന്ന ടൈമില് ശ്വേതയുടെ ക്യാരക്ടർ ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? ഇൻഫർമേഷൻ കൊടുത്തതാണ്. കുന്നംകുളത്തെ ശക്തിക്ക് വിരുന്നൊരുക്കാറുണ്ട് അത്രേവർ. ആ ചടങ്ങിന് ഇവർക്കിടയിൽ തന്നെ പറയുന്ന പേരാണ് കറുത്തച്ഛനോട്ട്. ഇളയിലേക്കുള്ള ലിങ്ക് ആണോ ഈ ഡെയ്സി എന്നൊരു സംശയം. അങ്ങനെ സംശയിക്കാൻ എനിക്ക് സോളിഡ് ആയിട്ടുള്ള മറ്റൊരു റീസൺ കൂടിയുണ്ട്. ഇള കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുൻപ് പള്ളിമുറ്റത്ത് വെച്ച് നടന്നൊരു സംഭവം.
പള്ളിയിൽ നിന്നും നേരെ ഉണ്ണിയും മറ്റും പോയ ഹൈപ്പർ മാർക്കറ്റ്. ഓ സംഭവം നടന്ന നോ സ്ഥലം. ഓ അല്ല, നോ ഇതൊക്കെ എൻ്റെ വെറും സംശയങ്ങൾ മാത്രമാണ് കേട്ടോ. ഇറ്റ്സ് വെരി സോളിഡ് ഒരു സംശയമുണ്ട്. അവിടെ അങ്ങനെ നാട്ടിൽ പോവണ്ട. വടക്കൻ വീട്ടിലെ കൊച്ചു കുഞ്ഞിപ്പോൾ ഇറങ്ങി. എന്താണ് കവിയുടെ പ്ലാൻ? എന്താ ചെറിയൊക്കെ എന്ത് പറ്റി? എന്നാ പറയാനാണ്, ഇവൻ ചെറിയൊരു സ്ട്രൈക്ക്. ഞാനത് സോൾവ് ചെയ്യായിരുന്നു. കേക്ക്. ഡാ, അത് ഫിലിപ്പേ, വെള്ളമുണ്ടോ നിങ്ങളുടെ വണ്ടിയിൽ? ദാഹിച്ചിട്ട് വയ്യ. അതുകൊണ്ട് ഞാൻ പോയി എടുത്തിട്ട് വരാം. എന്താണ് വേണ്ട പ്ലാൻ? വേണ്ട. വെള്ളമൊക്കെ ഞാൻ എടുത്തോളാം. മാഷ് പറ്റി ഇവനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്ക്. വണ്ടി എടുത്തോണ്ട് പോവാനാ? ഡ്രൈവർ സൈഡ് ഡോർ പാഡിലാണേ. ആ ഓ നോ, ഇതെന്താണ് ചെയ്യുന്നത്? ട്രാക്കറാണോ? ആ, ഇതെങ്ങനെ ഒപ്പിച്ചു? താങ്ക്സ് ഫിലിപ്പേ. ഇനി എനിക്ക് ട്രാക്കർ ഇട്ടിട്ടും കാര്യമില്ലല്ലോ, പുള്ളിക്കാരി നാട്ടിലേക്ക് പോകല്ലേ. ഇപ്പൊ തന്നെ ലേറ്റാ. എങ്കിൽ ശരി, ബൈ. ഓക്കെ. മൊബൈൽ ഫോൺ ജാമർ എഫക്റ്റീവ് ആകും. മൊബൈൽ ജാമർ. അതുകൊണ്ട് അയാൾ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ നടന്നിരിക്കണം. നീ പെട്ടെന്ന് ഓ വിടണം. ബാക്കി ഞാൻ ഏറ്റു. ഓക്കെ. നേരെ പോയാൽ ബി റോഡിലേക്ക് ഒരു എക്സിറ്റ് കിട്ടും. ദൂരം കൂടുതല, പക്ഷേ സ്പീഡ് ക്യാമറാസ് ഇല്ല. ഹലോ. ഹലോ ഡേസി, ഞാൻ സിറിയക്കാണേ. ആ സിറിയക്. അല്പം മുമ്പ് ഞാൻ കുറേ ട്രൈ ചെയ്തിരുന്നു ഡേസിയെ, പക്ഷെ കിട്ടുന്നില്ലായിരുന്നു. ഓ സോറി, ഞാൻ നാട്ടിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ എയർപോർട്ടിലാണ്. കുറച്ച് പേടിക്കാനൊന്നുമില്ല. നമ്മുടെ കൂപ്പർ റോഡിലെ റൗണ്ട് അബൌട്ടിന് അടുത്ത് വെച്ച് ഫിലിപ്പിനൊരു ആക്സിഡന്റ്. എന്നിട്ട് Oh, that's the plan. ഭാഗ്യത്തിന് ഞാനും ആടും അപ്പൊ ആ വഴി പാസ് ചെയ്യായിരുന്നു. ഇപ്പൊ ആംബുലൻസിൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പേടിക്കണ്ട, ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഫിലിപ്പിന്റെ കാറിനുള്ളിൽ അരമണിക്കൂർ മുമ്പ് എടുത്തൊരു എയർപോർട്ട് ഇത് എൻട്രി പാസ് പൃഥ്വിരാജ് പോയി പിക്ക് ചെയ്യും, അതാണ് അങ്ങനെ പരിപാടി. മനസ്സിലായി. ഓക്കെ, ഡേസി ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്ന വഴിയാണ്. ഇപ്പോൾ എന്താ സിറിയക് ചെയ്യേണ്ടത്? എങ്ങോട്ടാ വരണ്ടേ? ഒഴിവാക്കാൻ പറ്റുന്ന യാത്രയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് എയർപോർട്ടിന്റെ വെളിയിലെത്തുക. അപ്പോഴേക്കും മാഡം അവിടെ എത്തിയിട്ടുണ്ടാവും. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അവനെ വിളിച്ച് പറഞ്ഞോളാം. പഴയ യുദ്ധമുറകളൊക്കെ ആണല്ലോ. എനിക്ക് ഒരു ലൈറ്റ് കൂടെ വേണമായിരുന്നു ഇങ്ങനെ ഹാങ് ചെയ്യുന്ന. ഡേസി പേടിച്ച്, ഡേസിയുടെയും ഡേസിയുടെ ഫാമിലിയുടെയും ശരിക്കും പേടിച്ച്. മുഴുവൻ ചരിത്രവും ഞങ്ങൾക്കറിയാം. സോ ഐ സജസ്റ്റ് ലെറ്റ്സ് കട്ട് ടു ദ ചേസ്. മാഡം, ഞാൻ പറഞ്ഞല്ലോ, ഇഴയുടെ മിസ്സിങ്ങിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഇത് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചേക്കുക. ചോദ്യങ്ങൾക്ക് ഡേസിക്ക് ഉത്തരം തരാം, തരാതിരിക്കാം. ദാറ്റ്സ് അപ് ടു യു. അത് പക്ഷേ ഇന്ത്യൻ സമയം നാളെ കാലത്ത് 10 മണി വരെ മാത്രമായിരിക്കും. അപ്പോഴേക്കും ഡേസി നാട്ടിലെത്തിയിട്ടില്ലെന്നും മിസ്സിംഗ് ആണെന്നുമുള്ള വിവരം വേണ്ടപ്പെട്ടവരൊക്കെ അറിയും. പിന്നീട് ഒരിക്കലും ഡേസി ഫിലിപ്പിനെയും കുഞ്ഞുങ്ങളെ കാണില്ല. അതോടെ സീരിയസ്. അപ്പൊ ഇത് വെറും ഒരു ത്രെട്ടായിട്ട് കരുതണ്ട ഡേസി. നീ തീ പിടിച്ചാ നിൽക്കുന്നവൻ. അതുകൊണ്ട് നിനക്കറിയാവുന്ന എന്താന്ന് വെച്ചാൽ പറ പ്ലീസ്. അവൻ പറഞ്ഞ പോലെ നാളെ രാവിലെ 10 ആവുന്നത് വരെ ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരില്ല. She's gonna break down by that time. ദാ, ആ സ്വിച്ചിലൊന്ന് അമർത്തേക്കുക. ആലോചിക്കാൻ സമയം കൊടുത്തു. മെന്റലി ബ്രേക്കിംഗ് her down. നല്ല സ്ട്രാറ്റജിയാണ്. അമർത്തിയില്ലെങ്കിൽ ഇവർക്ക് പണിയാവും. That's good. ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ തമ്മിൽ ഈഗോയും മറ്റു പിണക്കങ്ങളും സാധാരണ. പക്ഷെ ഞാനും ശ്വേതയും തമ്മിൽ ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അക്കാഡമിക് ബ്രില്യൻസിലും ഞാൻ ശ്വേതയുടെ അടുത്തൊന്നുമല്ലായിരുന്നു. പക്ഷെ അച്ചീവ്മെന്റ്സിന്റെ കാര്യം വരുമ്പോൾ The overall performance of the current academic year, once again, ladies, it's Miss Daisy Philip Kuravila. താങ്ക് യു. Why does that happen? Corruption? എനിക്കറിയാം, പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും നീയാ ഇത് ഡിസേർവ് ചെയ്യുന്നത്. പക്ഷേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഡേസി. ബട്ട് ടു ബി ഓണസ്റ്റ്, ഈ സ്റ്റൈപ്പനെ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഉണ്ണിയുടെ ജോലി പോയിരിക്കുക അറിയാലോ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് അതൊക്കെ ഈ കൾട്ടിൻ്റെ പാർട്ടാണോ? ഒരു പവർ പ്ലേ? നിനക്ക് വേണോ ആ ഭാഗ്യം? എന്താ? Oh no. She's gonna get her into. ശ്വേതയ്ക്ക് ഇതിൽ അത് പങ്കുണ്ടായിരുന്നു. കിട്ടിയാൽ പിന്നെ
നിനക്കും അത് ഞാൻ നേട്ടങ്ങളുണ്ടാവും. പ്രതീക്ഷിച്ചില്ല. നീ ആഗ്രഹിക്കുന്ന ഒക്കെ നടക്കും. ഇടം വരെ കൊണ്ടുപോകാം. ദ പ്ലോട്ട് തിക്കൻസ്. നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി വരാണ്. മ്യൂസിക്, ആ ലുക്കും. നമുക്ക് തിരിച്ചു പോവാം. റൈറ്റ്. എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. നീ എന്തിനാ പേടിക്കുന്നത്? ഇത് നമ്മൾ സാധാരണ ചേർച്ചിൽ പോകുന്ന പോലെ ഉള്ളൂ. വാ. ഇവിടെ ഹ്യൂമൻ സാക്രിഫൈസും മറ്റു പരിപാടിയൊക്കെ ഉണ്ടോ? Oh no. The king of the world. The ruler of the Command the earth, forces of Satan. darkness to bestow their infernal power upon us. Oh no. To greet us as your siblings and friends. Shit. എന്തോന്നാ ഡേസി ഇതൊക്കെ? ഛെ, കഷ്ടം. യാചിക്കുകയോ അപേക്ഷിക്കുകയോ അല്ല. Ask him and he will give it to you. Come forth and answer to your names and ask him for your needs. Oh no. പാടല്ലേ അത്? He is a ഒരു high വലിയ priest. കൾട്ടാണ്. ഹൈ പ്രൊഫൈലുള്ള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്ന മിക്കവരും. അവർ തമ്മിൽ ഫേവേഴ്സ് ചെയ്തു പുറത്താരും അറിയില്ലെന്നേ ഉള്ളൂ. കൊള്ളാം പരിപാടി. നമുക്കിങ്ങനെ പരിപാടി തുടങ്ങിയാലോ? പറയുന്നത് ഇവിടെ വെച്ച് എന്ത് ചോദിച്ചാലും അത് കിട്ടും അല്ലേ? ഡെഫിനറ്റ്ലി. She's getting into it. എനിക്കൊരു കുഞ്ഞിനെ വേണം. ഞാൻ നൊന്ത് പ്രസവിക്കുന്ന എൻ്റെ കുഞ്ഞിനെ. വിശ്വാസങ്ങളെ പൊളിക്കാനുള്ള താല്പര്യം കൊണ്ടും ശ്വേത അന്നത് ചോദിച്ചു. എന്നാൽ അവിടെ നിന്ന് തിരിച്ചുള്ള യാത്രയിൽ അവളെന്നോട് വല്ലാതെ ചൂടായി. ഇത്തരം കിർക്കുകൾക്ക് ഇനി മേലിൽ വിളിച്ചേക്കരുതെന്ന് ശ്വേതയെ വിളിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ പിന്നെ 4-5 മാസങ്ങൾ കൂടെ കഴിഞ്ഞാണ് ഇതിൽ വെച്ച് അൺകോൺഷ്യസ് ആവുന്നതും പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നതും ഒക്കെ. അത് ശരിക്കും പിടിവലിയായിരുന്നു. കുഴപ്പമാവെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ നിർബന്ധിച്ച് വീണ്ടും അവിടെ കൊണ്ടുപോയി. വിവരം അറിഞ്ഞ് പ്രൊഫസർ എഡ്വേർഡ് ശ്വേതയ്ക്ക് മുന്നിൽ വെച്ചത് ഒരു സ്ട്രേഞ്ച് കണ്ടീഷനാണ്. പിറന്നാളുടൻ കുഞ്ഞിനെ അവർക്ക് സമർപ്പിക്കണമെന്നും അവരുടെ രീതികൾക്കനുസരിച്ച് അതിനെ ബാപ്റ്റൈസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ശ്വേതയ്ക്ക് അത് ഉൾക്കൊള്ളാനായില്ല. ഷളാവെന്ന് കണ്ട് ഞാൻ പ്രൊഫസറോട് നേരിട്ട് സംസാരിച്ചു. പക്ഷെ അപ്പോഴും അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും സുഖകരമായിരുന്നില്ല. Oh no. അതുകൊണ്ട് മറ്റേ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്ത. നീ കയറി. നീ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. ഇവർക്കൊന്നും ഈ ലോകത്തൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല ഡേസി. നശിപ്പിക്കാനേ കഴിയൂ. അതാദ്യം മനസ്സിലാക്ക്. നീ ക്ലെയിം ചെയ്യാൻ പറ്റും 5 മാസം മുമ്പ് ഇവിടെ വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രഗ്നന്റ് ആയെന്നും. ഡോണ്ട് യു സീ ഇറ്റ്? ഇറ്റ്സ് എ ട്രാപ്പ്. ഞാൻ പ്രൊഫസറോട് സംസാരിച്ചപ്പോൾ അയാൾ തന്നെ ഇങ്ങോട്ടൊരു ഓപ്ഷൻ തന്നു. നിന്റെ കുഞ്ഞിനെ നിനക്കിഷ്ടമുള്ള പോലെ വളർത്താം, അവരതിൽ ഇടപെടില്ല. പക്ഷേ പകരം ഇളയെ അവർ കൊണ്ടുപോകും. What kind of a വരാൻ കർമ്മം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സാക്രിഫൈസ് എന്ന് പറഞ്ഞു കൊടുക്ക്. പ്രൊഫസറോട് പറഞ്ഞിട്ടുണ്ട് പോലും ഇള ഹാഫ് ജൂ ആണെന്ന്. അതുകൊണ്ട് ഡേസി നീ എന്തൊക്കെയാ പറയുന്നത്? അത് കഴിഞ്ഞാൽ അവിടെ അപ്പോൾ നമുക്ക് ഹ്യൂമൻ തന്നെ തിരിച്ചു സാക്രിഫൈസ് അല്ലേ? അത് പ്രൊഫസർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നീ എങ്ങനെ അതൊന്നും ഏത് കണ്ടീഷന് ചെയ്യണ്ട. കിട്ടും? ഞാൻ അയാളോട് സംസാരിച്ചോളാം. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ശ്വേത സമ്മതിച്ചില്ല. ഇൻസിഡന്റ് നേരിൽ കണ്ടതോടെ അവൾ വല്ലാതെ ഭയന്നു പോയി. ഇക്കാര്യമൊക്കെ പുറത്തു പറഞ്ഞാൽ ഇളയുടെ ജീവനും സ്വന്തം വയറ്റിൽ വളരുന്ന കുഞ്ഞിനും എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച ഇളയ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് അല്ലേ? ആ പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ ഡേസി? Yeah, that's what I need to know. കാരണം there are sacrifices, right? ഈ നിമിഷം എന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല? ഏതാണ്ട് 12 സേറ്റൻ വർഷിപ്പ് സെന്റേഴ്സ് ഉണ്ട് സ്കോട്ട്ലൻഡിലാകെ. അവിടുത്തെ പ്രീസ്റ്റ്സ് മാത്രമേ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കൂ. ശ്വേതയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ വെറുതെ ആയിരുന്നു അതൊക്കെ. മറ്റതിന് വേണ്ടി. ഇല്ല, ആദ്യം മുതൽ അവരുടെ ടാർഗറ്റ്. അപ്പൊ മറ്റു പരിപാടി തന്നെയല്ലേ? ശ്വേത എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവരെ സംബന്ധിച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും സേഫസ്റ്റ് വിക്ടിമാണ് ഇള. അല്ലാതെ ഒരു ജൂത പെൺകുട്ടിയെ തട്ടിയെടുത്ത സ്വാഭാവികമായും പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് പോലീസ് അന്വേഷണം ഇവരിലേക്ക് തന്നെ തപ്പും. അതെ, ഇതിപ്പോ പേടിച്ചിട്ട് ഇലയുടെ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ശ്വേതയായിട്ട് പോലീസിനോടൊന്ന് വിട്ടു. നമുക്ക് ഇതൊക്കെ പോലീസിൽ അറിയിക്കാം, ബാക്കി അവർ നോക്കിക്കോളും. അത് അറിയിക്കാം. പക്ഷെ അതിനു മുമ്പ് ശ്വേത ജസ്റ്റ് ഒന്ന് കാണണം. പോകില്ലേ?
ഞാൻ എത്ര തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഡേസി നീ എന്താ വല്ലാതെ? ഒന്ന് പറ പ്ലീസ്. ആഡം നിനക്ക് സംഭവിക്കുന്നു. ഇത്രയും നാൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ആറ്റിറ്റ്യൂഡ്. താനും ഇവിടെ ഒന്നും ചെയ്യണ്ട, വീട്ടിൽ പോ, എൻ്റെ ഒരു കുറച്ച് ലേശെങ്കിലും കാണിക്കണ്ടായിരുന്നു. വേണമെങ്കിൽ വന്നെല്ലാം തുറന്ന് പറയാം. ഇപ്പോൾ ഭയങ്കര അപ്പോളജറ്റിക് ആയി. സോറി. സോറി കൊണ്ട് തീരും ഇതൊക്കെ. അപ്പൊ നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണ്ടേ ശ്വേത? അയ്യോ അല്ലാതെയോ ഇൻവോൾവ് ആയാൽ ഇവിടെ കിട്ടാവുന്ന ശിക്ഷ എന്താണെന്ന് നിനക്കറിയും. ഓ നോ. നീ പ്രഗ്നന്റ് ആണെന്ന കൺസിഡറേഷൻ പോലും ഈ നാട്ടിലെ നിയമം നിനക്ക് തരില്ല ശ്വേത. പോലീസിലും പറയാൻ പറ്റൂല. നീടൻ കുഞ്ഞ് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജയിലിലാണോ ജനിച്ചു വീഴേണ്ടത്? ഒറ്റയ്ക്ക് പോകാന്നത്ര ദൂരം ഞാൻ പോകും. അതാണ് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത്. അതൊക്കെ ഞാൻ ചെയ്യും. എന്നിട്ടും അവളെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിച്ചു, അവൾക്കൊരു നിമിഷം മുമ്പെങ്കിലും ഞാൻ മരിച്ചിട്ടുണ്ടാവും. എനിക്ക് ഇങ്ങനെ പ്രായച്ചിത്തം ചെയ്യാൻ പറ്റും. ഇതൊക്കെ നേരത്തെ പറയായിരുന്നു. ഇത്രയും നാളെ അവനിട്ട് ഓടിച്ച് എല്ലാം കേട്ടോണ്ടിരിക്കായിരുന്നു കള്ളൻ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഏതെങ്കിലും ഒരു ഡെവിൾ വർഷിപ്പ് ചേർച്ചിൽ പോയിട്ട് ഇനി അല്ലെങ്കിൽ ആ പ്രൊഫസറിനെ പിടിക്കണം. എന്തെങ്കിലും തുമ്പ് വേണ്ടേ? മ്യൂസിക്. ഓ പുള്ളിക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നൈസ്. They are working together now. That's good. It's a professor, right? അയാളായിരിക്കും കാർഡ് ഐ പ്ലീസ്. സോങ് വാഷിങ്ങിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നാൽ പോരാ, പണിയെടുക്കുക. കമൺ കണ്ടുപിടിക്കും ബ്രോ, സമയമില്ല. അതയാൾ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എങ്ങനെയാണോ ഫോളോ ചെയ്യണേ? ആരുമില്ല. You know who I am, and you know what this is about. Now drive. എന്താണ് ഉദ്ദേശം? I do not recollect having asked you to stop, Edward. You're not going to pull that trigger. I can see that in your face. Two choices. Either you get out of my car, or I leave it with you and walk home. Shit. പക്ഷെ പുള്ളി സംസാരിക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പ്ലെയിൻ സൈറ്റിൽ ഇയാൾ ഈ സാധനങ്ങളൊന്നും ഒളിപ്പിക്കില്ല. സംതിങ് ഹിഡൻ. Oh shit, it is a child sacrifice. ഓക്കെ, പ്രൊഫസർ അടക്കം 12 പേർ. ഒരുപക്ഷെ ഇതാവും ഡേസി പറഞ്ഞ 12 വർഷിപ്പ് സെന്റേഴ്സിലെ പ്രീസ്. ഇയാളന്ന് കണ്ടതാണ്. ഇയാളെ സ്ഥലം കാലിയാക്കും. Try calling him. That's what I just did. Says it's switched off. What do we do now? What do we do now? Guess we just leave. പ്രൊഫസറെ നമ്മുടെ കസ്റ്റഡി വെക്കുന്ന അപകടമാണ്. അയാൾ മിസ്സിംഗ് ആണെന്നെങ്ങാനും പുറത്തറിഞ്ഞാൽ ഇളയുടെ ജീവനെ അത് ബാധിക്കുക. അയാളെ വിടുന്നത് അതിലും അപകടമല്ലേ? That is true. എന്താണ് പ്ലാൻ? Tell us who this is and you walk free. That's a lie. This guy. I know he's one of them, but I'm not going to tell you. Yeah, that's what I thought. Yeah, he wants it. Why would you tell us anything, Edward Williams, disciple of darkness? The name is Lucifer. Damn. And for him, I remain silent till death.
brainwashed cultists. I owe you one for all that you've done. Wait, what? ഇതൊന്നും എന്താ ഉദ്ദേശിക്കുന്നത്? ഇയാളെ തിരിച്ച് വീട്ടിലെത്തിക്കണ്ടേ? അങ്ങനെ ചെയ്താൽ എങ്ങനെ? ഇയാൾ ഇതെല്ലാം ഇയാളുടെ ആളുകളോട് പറയും. കുടിച്ച് ആക്സിഡന്റ്. Is that what he's trying to do? ഇല്ല. Oh no. നീ സൂക്ഷിക്കണം. Yeah, no fingerprints, no evidences, nothing. അതുമല്ലേ എന്താ പരിപാടി? ഞാൻ വിചാരിച്ചു വണ്ടി കൊണ്ട് തള്ളിയിടാനായിരുന്നു. ആൽക്കഹോൾ ഓവർഡോസ്. പക്ഷെ ഇത് മറ്റാൾക്കാരെ വിശ്വസിക്കുമോ? പാസ്ഡ് ഔട്ട്. എന്താണ് പ്ലാൻ? പക്ഷെ ഇതുകൊണ്ട് ഇയാൾ മരിക്കുമെന്ന് ഞാൻ ഉറപ്പിക്കാം. Might not die from that. Okay, maybe he's dead. Yeah, that works. Adam is not playing anymore, man. He's getting some business done. ഓ, ഇയാളുടെ ഫ്യൂണറലിന് ഇനി ആൾക്കാർ വരും. നമ്മുടെ മറ്റേ പ്രീസ്റ്റ് വരും. Oh, she knows he's not playing. ഇവിടെ ഞാൻ ഒറ്റൊടുക്കുമോ? ഇല്ല, ശേ, അത്രയ്ക്കൊന്നുണ്ട്. ലുക്കില്ല എന്നാ ലുക്ക്. ഞാനൊരു ട്വിസ്റ്റ് പറയട്ടെ. ഇപ്പോൾ ഇവരെല്ലാം വർഷിപ്പ് ചെയ്യുന്ന ലൂസിഫർ ശരിക്കും ലൂസിഫർ അല്ലെങ്കിലോ? അത് നമ്മൾ ലൂസിഫറിലെ മോഹൻലാൽ ആണെങ്കിലോ? അങ്ങനെയാണ് പൃഥ്വിരാജ് ലൂസിഫറിനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങിയെങ്കിലോ? ഇങ്ങനെയുണ്ട്. നല്ല തിയറി അല്ലേ? താങ്ക് യു. എനിക്ക് മാത്രമേ പറ്റൂ. തന്നെ നിൽക്കും. ആ 11 പേരിൽ ആരെങ്കിലും ഒരാൾ ഇന്നിവിടെ വന്നേ പറ്റൂ സിറിയാക്ക്. ഐ കനോട്ട് അഫോർഡ് ദിസ് ബീങ് എ ഡെഡ് എൻഡ്. കൂടി ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സംസ്കൃതത്തിൻ്റെ അത്ര പഴക്കമുള്ള എനോക്യൻ എന്ന ഭാഷ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. പക്ഷേ നമുക്കൊട്ടും ആശ്വാസം തരുന്ന കാര്യങ്ങളല്ല അതിലുള്ളത്. പ്രതിമ, യഹൂദ വംശത്തിൽ ജനിച്ച പെൺകുട്ടികൾ, ഇവരെയൊക്കെയാണ് സാധാരണ ബലി കൊടുക്കാനായി തിരഞ്ഞെടുക്കുന്നത്. 4 വർഷത്തിലൊരിക്കലെങ്കിലും ഈ ചടങ്ങ് നടത്തിയിരിക്കണം. അതിനവർക്ക് ചില പ്രത്യേകത. താൻ പരാജയപ്പെട്ടതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഏത് ദിവസം വേണേലും അവനെ സന്തോഷിപ്പിക്കാനായി അവർക്കിത് നടത്താം. ക്രിസ്മസ്, 40th ഫ്രൈഡേ, ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ, 40th ഫ്രൈഡേ. ഇല്ല, അന്ന് അങ്ങനെ അരുതാത്തൊന്നും സംഭവിച്ച് കാണില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ആഡം, ഗുഡ് ഫ്രൈഡേ, സൺഡേ, ഈസ്റ്റർ. സോ വി ആർ ഓൺ ദി എഡ്ജ്. നമുക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമുള്ള എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടാതിരിക്കില്ല. ആരുടെയെങ്കിലും പേരോ അഡ്രസ്സോ കോൺടാക്ട് ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും. ഇനി എന്തിനാണ് സിറിയ പേടിക്കേണ്ടത്? ലൈക്ക് യു സെഡ്, വി ആർ ഓൾറെഡി ഓൺ ദി എഡ്ജ്. Follow. Keep a distance and follow. That's him. It's a good idea to call the police now, right? കാരണം ഇത്രയും പേര് എന്തായാലും ഒറ്റയ്ക്ക് അടവിന് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. Call the police. എന്താണ് പ്ലാൻ? She knows he's there.
Is she going to kidnap her? Oh no. Oh no. He's got leverage. പക്ഷെ അതൊരു വേറെ ഓപ്ഷൻ ഇല്ല. ഒരു മർഡർ, ഒരു കിഡ്നാപ്പ് കൊള്ളാലോ. എങ്ങോട്ടാ പോണേ? Lucia? Her name is Lucia. Okay. ഞാൻ വിചാരിച്ച പുള്ളിക്കാരി കണ്ടു എന്ന് വിളിക്കുക. Good. At least you're treating her well. That's nice. So have you been to Jaffna? Where? Sri Lanka? After. She's not scared. ஒரு ஜாஃப்னாக்காரன் தமிழனுக்கு கொஞ்சமாவது மலையாளம் புரியும்னு நினைக்கிறேன். Yep. ഉനക്ക് എന്നാ വേണം? നമുക്ക് രണ്ടുപേർക്കും ഇപ്പം വേണ്ടത് ഒന്ന് തന്നെയാണെന്നതേ, നമ്മുടെ കുഞ്ഞുങ്ങൾ. ഏതൊരച്ഛനും ഏതറ്റം വരെയും പോകും. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എനിക്കൊരാളെ കൊല്ലാൻ പറ്റുമെന്ന്. എന്നിട്ടും പ്രൊഫസർ എഡ്വേർഡ് മരിച്ചില്ലേ? Let's meet to talk. ഇത് ഇയാൾ അറിഞ്ഞാല് എപ്പോ? കൊണ്ടുവരില്ല. Not for long. Nothing. എൻ്റെ മകൾ ഇപ്പം ജീവനോടെ He ഉണ്ടോ? is. ഇല്ലയോ? Wait. Jay's alive. Good. Jay's alive. കള്ളം പറഞ്ഞാണോ കിട്ടാൻ വേണ്ടി? Hear it from you, nothing. അവ ഉയരുടെ നായിരിക്കാം. But for just 2 more days. മറുനാളേക്ക് ഗുഡ് ഫ്രൈഡേ. You don't know വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞ്. അന്നേക്ക് she will He be killed can- at the altar of Satan. Brought out only on that day. முடியாது ஆடம். உன்னால எதுவும் பண்ண முடியாது. among the 12 chief priests. போய்தான் ஆகணும். I'm sorry, Julia. No mother should go through what you will from today. He's பொண்ணு not எங்க a இருக்குன்னு சொன்னேன். cheap. You're not leaving my house otherwise. Take a good look, nothing. Do you see fear on my face? പുറപ്പെടുന്നതിന് മുമ്പ് അവളെ അടച്ചിട്ടിരിക്കുന്ന സെല്ലറിൽ ഞാനൊരു ബൾബ് കത്തിച്ചു. ഒരു മൈക്രോവേവ് അവനും റെഫ്രിജറേറ്ററും വാങ്ങി. ഫ്രിഡ്ജിനുള്ളിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാൻഡ്വിച്ചസും ചിക്കൻ പായും മിൽക്ക് ഷേക്സും വാങ്ങി നിറച്ചു. അവൾ അവയ്ക്ക് 3-ാം ദിവസം വാങ്ങിവെച്ച ഭക്ഷണ സാധനങ്ങൾ തീരും. ബൾബും അവനും ഫ്രിഡ്ജും കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആവും. സോ 3 ദിവസത്തിനകം ഞാൻ തിരിച്ചു തന്നില്ലെങ്കിൽ the last thing your daughter is going to see You're not. will be He doesn't darkness. care anymore. I'm just one among the 12. അതിനെ എത്തിക്കണം. I want you to take me there. அவர் தான் இப்போ ஹை priest. Steve. ஆனால் அவர் எட்வர்ட் மாதிரி இல்லை. He will definitely sense something is wrong. എന്നെപ്പറ്റി നിങ്ങൾ പറഞ്ഞതൊക്കെ അവർ വിശ്വസിച്ചോ? இதை பார்க்கறதுக்காக நீங்கள் இந்தியாவிலேருந்து வந்திருக்கேன்னு சொன்னேன். கூட்டிகிட்டு வர சொன்னேன். ஆனால் அதை சொல்கிறதுக்கு முன்னாடி there was silence. Silence is never good. Yeah. என் வைஃபோட தலைவிதி. என் பிள்ளைக்கு ஏதாவது ஆச்சுன்னா neither of us will stay alive, Adam. Neither of us. ദിവസം കൂടി നീ എനിക്ക് വേണ്ടി കാക്കണം. എന്നിട്ട് ഞാൻ തിരിച്ചെത്തിയില്ലെങ്കിൽ Yeah. You're not going to do the ഈ same. പോസ്റ്റ് കോഡിൽ നീ ഇവളെ സേഫായിട്ട് എത്തിക്കണം. എൻ്റെ മകൾക്ക് പകരമാവില്ലല്ലോ മറ്റൊരു കുഞ്ഞിൻ്റെ ജീവൻ. നിങ്ങൾ അവർ തമ്മിലൊരു വ്യത്യാസമുണ്ട്. വില്ലനും ഹീറോയിലും ദാറ്റ്സ് ഡിഫറൻസ്. Such a beautiful location. എനിക്ക് സ്കോട്ട്ലൻഡ് പോകാൻ തോന്നി. Steve. He's Mr. George Augustine, my friend. I've spoken to you about him. He's suspicious. It's a privilege, Mr. George. Suppose it's his will that you bear witness to this evening. All the cops, man. All the cops. സംഭവം സീനാകുമല്ലോ. Steve is not. Steve looks like a pakka villain, man. He looks like business.
fellow disciples. Tonight we gather to pledge our faith in blood. Tonight we gather to forge our belief in flesh life. Bring her. എത്ര മലയാള സിനിമയില്ല ഇങ്ങനൊരു ക്ലൈമാക്സ് നമ്മൾ കണ്ടിട്ടില്ല. Don't let your emotions get you, man. You need a plan, bro. You need a plan. How are you going to take them? Stay already suspicious ആണ്. ഇതിൽ എന്താണ്? What's your way out? He's drugged or something. Would you be so kind as to help her onto the altar? Oh no. He knows, man. He's not playing around. Place your palm on mine and swear allegiance to his blood with a drop of your own. Okay, he doesn't. Either side of this knife bear the same blood. He already knows. Isn't that the truth? Mr. Adam Johan. He should have been more prepared, man. At least a gun എങ്കിലും കൊണ്ടുവരായിരുന്നു. Dude, he can fight. This was a bad idea. I know. He knows. Where will you have kept the little girl? And I promise you, this one dies a quick death. Remain silent, and she bleeds till... Wait! ഒരു ഹാൻഡിക്യാപ്പ് മാച്ച് ആയല്ലോ. EH16 3JY. That's where she is. അയാൾ ഹാപ്പിയായി. Welcome. Steve, she's not here. Are you sure? Yes. There's no one in the house. പക്ഷേ Don, if my friend and his little girl are not back home safe, I promise you, the next time you see Lucia, you will be dressed in black. അവളെയും കൊണ്ട് എങ്ങനെ? How? Sorry, Nadan. We cannot wait any longer. It's time to start the prayers. No, Steve. He My doesn't. daughter. You have to do something, please. He Please, doesn't Steve. care. Why do you want to kill him? No. He's going to bleed out. You're not joking. You're not playing around. എന്തെങ്കിലും തുറപ്പിച്ചിട്ടുണ്ടാവണല്ലോ ഇത്. He's outnumbered, man.
He's injured, he's outnumbered. What can you do? All the cops or something. അതിലും കൺസേണിങ് ആയിട്ടുള്ള കാര്യം ഈ സിനിമയ്ക്ക് ഇനി 15 മിനിറ്റ് പോലും ഇല്ല. Voy un ponle cápate. Emponeo. അവൻ്റെ വീട്ടിലെത്തിയെന്ന് തോന്നുന്നു. This is creepy. Nice. Fight. വടക്കം വീട്ടിൽ കൊച്ചുഞ്ഞു ഒന്നടോ മക്കളെ. Come on, let's go. ബ്ലാക്ക് റോബ് വെച്ചിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ് ഒരു പ്രത്യേക ബ്യൂട്ടി. ഇയാള് മറ്റേ കൊച്ച് he can fight. He can really fight. ആഡം ചിലപ്പോൾ ഇത് സർവൈവ് ചെയ്യും. സീനാണ്. Not yet. I want you to watch me cut her open. How far will you go for your kids scan? Show him. Let's go. മുണ്ടില്ല. റോബ് മടക്കി കുത്തിയൊരു ചവിട്ട്. He's good. ടൈക്കുണ്ടോയിലുള്ള സ്പിന്നിങ് കിക്സ്. പുള്ളിക്കാരൊരു ട്രെയിൻഡ് മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു. കാരണം ഈ കിക്സൊക്കെ ഈസ് ഡൂയിങ് ഇറ്റ് വെരി സീംലെസ്ലി. ആ റോബൊക്കെ ഇട്ടുകൊണ്ട് കത്തി come on, let's go. Nice. Oh shit. Okay. മാല വെച്ചാണ് ചോക്ക് ചെയ്ത്. Finish him. Let's go. I'm her father. He's dead. കൊച്ചുഞ്ഞിൻ്റെ പവർ. Call the hospital, call the police, do something, man. Don't die on me. Don't die. Wait, he's also dead? അയാളുടെ ഞരമ്പ് മുറിച്ചായിരുന്നു, ഞാൻ മറന്നുപോയി. പക്ഷെ അയാൾ സർവൈവ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം ആരെങ്കിലും വിളിക്കടോ, ഹോസ്പിറ്റലിലോ പോലീസിനെ, എന്തെങ്കിലും. Come on, man. ഇതാണ് തുടക്കത്തിൽ കാണിച്ചല്ലേ. പ്ലീസ് സർവൈവ്, ഡോണ്ട് ഡൈ, പ്ലീസ് സർവൈവ്. He might die. Okay, just call someone. Yeah, ഇതായിരുന്നു ആദ്യത്തെ സീൻ.
coming back around. Emergency services. Yeah. Please don't tell me he's dead. Please don't tell me he's dead. Okay. അവിടെ സേഫാണ്. കോപ്പ് എന്ത് പരിപാടിയാണ്? കൊള്ളത്തില്ല. ക്ലൈമാക്സിലെങ്കിലും അവര് കൊല്ലണ്ടായിരുന്നു. ഹായ് ഇള, ഹൗ ആർ യു? I'm fine, Uncle. മോള് വെച്ചാണോ ഫ്ലവേഴ്സ്? Yes, Uncle. മിടിക്കായല്ലോ. ശരി. ഇള, അതാരാന്നറിയോ മോൾക്ക്? അറിയാം. എൻ്റെ അപ്പയുടെ ബ്രദർ, എൽഡർ ബ്രദർ. എൻ്റെ ഉണ്ണിയുടെ മോളായിട്ട് നാളെ ഒരിക്കൽ എല്ലാം മനസ്സിലാവുന്ന ഒരു പ്രായത്തിൽ ഒരു ജീവൻ കൊടുത്ത അവളുടെ സ്വന്തം അപ്പയും അമ്മയും കുറിച്ച്. സ്വന്തം ജീവൻ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്തിട്ടും നിന്റെ മകൾ നിന്നെ തിരിച്ചറിയുന്നില്ലോ ആഡം. ഇപ്പൊ എല്ലാം കൂടെ കൊച്ചിനോട് പറഞ്ഞാൽ ചിലപ്പോൾ ബാഡ് ഐഡിയ ആയിരിക്കും. അവൾ ശരിയാണ്. സത്യം അറിഞ്ഞേക്കാം. അവൾ അവളുടെ അപ്പയും അമ്മയും കാണാൻ ഇവിടെ എത്തും. എന്നാ മ്യൂസിക് അല്ലേ? മ്യൂസിക് ഇസ് സോ ഗുഡ്. എനിക്ക് ആ ക്ലൈമാക്സിൽ ഇള കൊണ്ടുവന്ന് പൂക്കൾ വെക്കുമ്പോൾ ഒരു സമാധാനം കിട്ടിയെങ്കിലും കൊച്ചുകുഞ്ഞ് മരിക്കണ്ടായിരുന്നു. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനെ കൊല്ലണ്ടായിരുന്നു. എന്നിട്ട് മറ്റേ ആൾ മരിച്ചു, അയാളെയും കൊല്ലണ്ടായിരുന്നു. കാരണം അയാളുടെ ഫാമിലിയും പണിയായില്ലേ, അയാളുടെ ഫാമിലിയും പോയില്ലേ. അവർ രണ്ടുപേരും പിന്നെ ഒരാളായിട്ട് ഇത്രയും പ്രീസിൻ്റെ അടുത്ത് അടികൂടാൻ പോകുമ്പോൾ അതിന് കൊളാട്രൽ ഡാമേജ് ഉണ്ടാവും. ദാറ്റ് ഇസ് എക്സ്പെക്റ്റഡ്. ഇപ്പം എല്ലാവരെയും ഇടിച്ച് തോപ്പിച്ചിട്ട് ഒരു വോറിൽ പോലും ഇല്ലാതെ പുറത്തു വന്നാൽ അത് ദാറ്റ് ഡസ് നോട്ട് മേക്ക് സെൻസ്. എന്നാലും കൊച്ചുകുഞ്ഞ് അങ്ങനെയല്ല. കൊച്ചുകുഞ്ഞിന് ഇത്ര പേര് അടിച്ചിട്ടിട്ട് വരാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അല്ലേ? ഓക്കെ, ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ജോക്സ് അപ്പാർട്ട്, ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ മൂവി. ദിസ് എ വെരി വെൽ ഡൺ മൂവി. ഈവൻ ക്ലൈമാക്സിൽ എത്തുമ്പോൾ വരെ നമ്മുടെ ഈ ഫൈറ്റ് സീൻ ഒരു ഡോമിനേറ്റിംഗ് ഫൈറ്റ് സീൻ ആയിരുന്നില്ല. നമ്മുടെ എന്താ പറയുക, യശ് ഫൈറ്റ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ പുഷ്പ ഫൈറ്റ് ചെയ്യുന്ന പോലെയോ കംപ്ലീറ്റ്ലി ഒരു ഇൻവാൾട്ടറബിൾ ആയിട്ടൊരു ഫൈറ്റ് ആയിരുന്നില്ല. തലയ്ക്ക് അടിയും അവിടെ വെട്ടും കുത്തും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു പൃഥ്വിരാജിന്. അപ്പം ഇത് ജയിക്കുമെന്ന് ആ തുടക്കത്തിൽ തന്നെ മറ്റേ സ്റ്റീവ് ഒരു ടഫ് ഒപ്പോണൻ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ തന്നെ ആദ്യമേ കയറിയപ്പോൾ ഫൈറ്റ് തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ തന്നെ അയാൾ ചവിട്ടി താഴെ ഇട്ടു. സോ ഞാൻ ടെൻസ്ഡായി. കാരണം ലൈക്ക് ഞാൻ പ്രഡിക്റ്റബിളാണ് ക്ലൈമാക്സ്. കാരണം പൃഥ്വിരാജ് പോയി എല്ലാവരും അടിച്ച് തോപ്പിച്ചിട്ട് ഇവിടെ രക്ഷിക്കുക എന്നുള്ള കാര്യം അറിയാമെങ്കിൽ കൂടിയും, അങ്ങനെ പ്രഡിക്റ്റീവെങ്കിൽ കൂടിയും ആ ക്ലൈമാക്സ് കാണുമ്പോൾ, ആദ്യത്തെ ആ ഇൻസിഡൻസ് കാണുമ്പോൾ ഓക്കെ ഇത് എങ്ങനെ രക്ഷിക്കും, ഇത് എന്താവും എന്നുള്ളൊരു സംശയം അവർ ജനറേറ്റ് ചെയ്യാൻ പറ്റി ഈ ഫിലിമിൻ്റെ സീൻസിന്. സോ അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് വാസ് ഗുഡ് ഓണസ്റ്റ്ലി. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ഒരു നല്ല എലമെൻറ്റ് പ്ലേ ചെയ്തു. ഈവൻ ആ ഒരു ലാസ്റ്റ് പ്ലേ ചെയ്യുന്ന ഒരു മെറ്റൽ കൈൻഡ് ഓഫ് മ്യൂസിക്, പിയാനോസ്, വയലിൻസ്, ഇറ്റ് ജസ്റ്റ് റിയലി ഹിറ്റ്സ് ദ സ്പോട്ട് മാൻ. ആൻഡ് ആ ഒരു സ്കോട്ടിഷ് കൾച്ചറും ഇതിൽ പല ആൾക്കാരും, കുറേ നോൺ മലയാളി കാസ്റ്റ് ഉണ്ട്, കുറേ ഇംഗ്ലീഷ് സ്കോട്ടിഷ് കാസ്റ്റ് ഉണ്ട്. ലൈക്ക് നെയ്തം ഇസ് ദാറ്റ് ഗൈ റൈറ്റ്. മധുസൂദൻ റാവു, ഓക്കെ, അയാൾ ഇന്ത്യൻ ആണ്, ദാറ്റ് ഐ റിമെമ്പർ. ഷൈൻ ടോൺ ചാക്ക എവിടെ ഉണ്ട് അകത്ത്? സിദ്ദിഖ് എവിടെ? പമേല ഹാൻസൺ, സ്റ്റീവ് പോലീസ് ഓഫീസർ. വെയിറ്റ്, ഇവിടെ വില്ലൻ എവിടെ? സാറ്റാനിക് പ്രീസ്റ്റ്. ഇയാളല്ലോ അത്. നമ്മുടെ വില്ലൻ എവിടെ? സ്റ്റീവ് എവിടെ? സ്റ്റീവ്, അതാണ് അറിയണ്ടേ. ഡോക്ടർ സ്റ്റീവ്, മാർക്ക് സ്ട്രേഞ്ച്. Dude, he looks good. He's a fighter. അതാണ് പറഞ്ഞത്. കാരണം പുള്ളിക്കാരൻ്റെ കുറേ മൂവീസൊക്കെ മാർഷൽ ആർട്ട് മൂവീസാണ്, റൈറ്റ്? കുങ്ഫു ഗെയിംസ്, അണ്ടർഗ്രൗണ്ട്, റിയൽ ബ്രൂട്ടൽ ആക്ഷൻ, ഷെപ്പേർഡ് കോഡ് 2,
റെഡ്കോൺ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. നോ ഐഡിയ ഹൂ ദാറ്റ് ഇസ്. ഹൗൺസ് ഓഫ് വാർ. Ip Man 4. He's in Ip Man. Medallion, I've seen Medallion. Oh, dude. അപ്പോൾ ഇയാളൊരു പക്ക പോപ്പുലർ ആക്ടർ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു വൺ ഓഫ് ദ ഒരു വെരി നൈസ് മാർഷൽ ആർട്ടിസ്റ്റ്, ഹോളിവുഡ് ആക്ടർ നമ്മുടെ ആഡം ജോണിൻ്റെ വില്ലനായിട്ട് വന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ലൂസിഫറുമായിട്ട് കുറേ സിമിലാരിറ്റീസ് തോന്നി കേട്ടോ. കാരണം ഈ സിനിമയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണോ പൃഥ്വിരാജ് ലൂസിഫർ എടുക്കാൻ മുന്നോട്ട് പോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം കുറേ ഇൻസ്പിറേഷൻസ് കാണുന്നു ആ ഒരു ബ്ലാക്ക് കാറും കളർ ഗ്രേഡിങ്ങിൻ്റെ കാര്യത്തിലും ഒക്കെ. ഒരു സംതിങ്, ഒരു എരി ബ്യൂട്ടി, ഒരു ബ്ലാക്കിഷ് ഡാർക്ക് എലഗൻസ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. ഒരു ആഡം ജോൺ 2 വരെ ആഡം ജോൺ ഇല്ലല്ലോ. ആഡം ജോണിനെ കൊല്ലണ്ടായിരുന്നു. ട്രാജഡി ആയിപ്പോയി, പക്ഷേ കുഴപ്പമില്ല. ഇറ്റ്സ് എ ഗുഡ് ക്ലൈമാക്സ്. ട്രാജഡി ആണെങ്കിൽ കൂടിയും ഒരു ഇറ്റ്സ് എ സാറ്റിസ്ഫാക്ടറി, ഇറ്റ്സ് എ നൈസ് ക്ലൈമാക്സ് ആൻഡ് ഇറ്റ് മേക്സ് മോർ സെൻസ്. മാൻ, അടിപൊളി ഫിലിം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഫ് ഐ ഹാഡ് ടു ഗിവ് എൻ IMDb, ഇഫ് ഐ ഹാഡ് ടു ഗിവ് എ റേറ്റിംഗ് ഫോർ ദിസ്, ഐ വുഡ് ഗിവ് ഇറ്റ് 8 റേറ്റിംഗ്. 8 ഗൂഗിൾ യൂസേഴ്സിനെക്കാളും കൂടുതൽ ഞാൻ കൊടുക്കും. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതിന് അതിൻ്റേതായ റീച്ച് കിട്ടാത്തതിൻ്റെ ഒരു റീസൺ പല മലയാളീസും ഈ മൂവീസിനെ ഒരു വാം എംബ്രേസോടെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ ഐ തിങ്ക് ഇപ്പോൾ മലയാളീസ് കുറച്ചുകൂടെ വാംഡപ്പ് ആയിട്ടുണ്ട് ഇങ്ങനത്തെ മൂവീസിന് വേണ്ടി. കാരണം മസ്തിഷ്ക മരണം ഇറങ്ങി, ലോക ഇറങ്ങി, അതിനൊക്കെ നല്ല അത്യാവശ്യം അക്സെപ്റ്റൻസ് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മലയാളീസ് കാണാത്തൊരു പെർസ്പെക്റ്റീവ് ഈ മൂവീന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര റേറ്റിംഗ് കൊടുക്കുന്നത്. സ്റ്റോറി വൈസ് ആണെങ്കിൽ ഇതൊരു നല്ല മൂവിയാണ് ഓണസ്റ്റ്ലി. കാരണം ഇൻവെസ്റ്റിഗേഷനിൽ എന്താ പറയുക, ഈ ഒരു അലമ്പ് ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നില്ല. കാരണം റീസണബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു. മറ്റേ ആളെ പിന്തുടർന്ന് പോയി, അവർ ചില സമയത്ത് ഡെഡ് എൻഡ്സിലെത്തുന്നു, ഉള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് അവർ മുന്നോട്ട് പോകുന്നു, കിഡ്നാപ്പ് ചെയ്യുന്നു, ലെവറേജ് ഉണ്ടാക്കുന്നു, കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തിട്ട്. സോ ഇതിലും ഓവറായിട്ട് തോന്നിയൊരു ഫാക്ടർ എനിക്ക് കണ്ടില്ല. പിന്നെ മേ ബി ക്ലൈമാക്സൊക്കെ കുറച്ച് എന്താ പറയുക, അത് മാത്രം ലേശം ഒരു ഓവറായിട്ടുണ്ടായിരുന്നു. കാരണം ഒരാൾ തന്നെ ഫൈറ്റ് ചെയ്ത് ഇത്ര ആൾക്കാരെ തോൽപ്പിച്ചിട്ട് മോളം കൊണ്ട് വരുന്നു, അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. ആ ക്ലൈമാക്സ് മേ ബി അവർക്ക് കുറച്ചുകൂടി ഇൻ്റലിജൻ്റ് ആയിട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ദിസ് ഇസ് ഫൈൻ, ദിസ് ഇസ് എ സാറ്റിസ്ഫാക്ടറി. ബാക്കി മൂവിയിൽ എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല അധികം. സ്റ്റോറി കുറച്ചുകൂടെ ബെറ്റർ ആവുന്നു. കാരണം ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആകുമ്പോൾ നമുക്ക് കുറേ ഇനിയും ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്, ഒരു സബ്ജക്റ്റാണ്. ഈ സേറ്റൻ വർഷിപ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ്. ഇതിൻ്റെ ആകെ മലയാളത്തിൽ ഞാൻ കൾട്ട് റിലേറ്റഡ് ആയിട്ട് കണ്ട ഈ അടുത്ത് കൂമൻ റിയാക്ഷൻ ചെയ്തായിരുന്നു. അതിൽ മാത്രമാണ് ഇങ്ങനൊരു കൾട്ട് സെലവൻ. പക്ഷെ ഇതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആഡം ജോണിൻ്റെ ഈ ഒരു ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷനും ഈ ഒരു ആക്ടേഴ്സും ആ ഒരു സേറ്റാനിക് കൾച്ചറിനെ ഒരു ഗ്രാസ്പ് ചെയ്തതും, ഈവൻ ഓരോ ഷോർട്സിൽ തന്നെ അവർ ആ ഓരോ പ്രോപ്സൊക്കെ ബിൽഡ് ചെയ്ത് ആ മെഡാലിയനും ആ ഒരു ഹോൾസുമൊക്കെ അതിൻ്റെ ഒരു മിസ്റ്റിക് എലഗൻസ് കാണിക്കുന്നു. If Adam John was not dead and there was an Adam John, I will be on the front. I'll be the first person to book the ticket for this movie. This is nice, man. This is a very good movie. It's a very underrated movie as well. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ കഥയോ മറ്റു കാര്യങ്ങളോ അല്ല, ഈ സിനിമയുടെ ഒരു യുണീക്നെസ് ആണ്, ഒരു വെറൈറ്റിയാണ്. കാരണം ഇങ്ങനത്തെ ഫിലിംസ് കൂടുതൽ മലയാളം ഇൻഡസ്ട്രിയിൽ വേണം. ആ വെറൈറ്റി അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ വെറൈറ്റി എലമെൻറ്റ് വെച്ചിട്ട് കുളവാക്കിയ കുറേ ബോളിവുഡ് മൂവീസ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വേറെ കൺട്രീസിൽ പോയി ഷൂട്ട് ചെയ്തിട്ട് അവരുടെ കൾച്ചർ കംപ്ലീറ്റ്ലി ഗ്രാസ്പ് ചെയ്യാതെ നമ്മുടെ കൾച്ചർ കൊണ്ട്, ഈവൻ ഞാൻ കബി ഖുഷി കബി ഗം കണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ എൻറ്റയർലി അവരുടെ കൾച്ചർ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടിയും സെക്കൻഡ് ഹാഫിൽ നമ്മുടെ കൾച്ചർ ഇടിച്ച് കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈവൻ ജനഗണമന പാടുന്ന കാര്യമാണെങ്കിൽ ജനഗണമന ആണല്ലേ പാടുന്നതോ ചെറുമ്പേ കറക്റ്റ് ജനഗണമന റൈറ്റ്. അതിനൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിലും ലൈക്ക് ഒരു റിയൽ ലൈഫ് സിനാരിയോയിൽ അങ്ങനെ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഇത് സ്കോട്ട്ലൻഡിൻ്റെ എലഗൻസ് അടിപൊളിയായിട്ട് ഗ്രാസ്പ് ചെയ്തിട്ടുണ്ട്. അതും ഇത് ഇറങ്ങിയത് 2017 ആഡം ജോണിൻ്റെ കളക്ഷൻ 15 to 17.5 crore, which is actually not bad for a Malayalam movie, I think. ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയായിരുന്നു? ബഡ്ജറ്റ് എത്രയായിരുന്നു? ഈ സിനിമയില്ലേ, ഇതൊരു ബോളിവുഡ് സിനിമയായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ഹാഡ് സിഗ്നിഫിക്കൻ്റ്ലി മോർ റീച്ച് മാൻ. എനിക്കൊന്ന് ആ ഒരു മലയാളീസിനെ അക്സെപ്റ്റ് ചെയ്യാൻ അത്ര റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിനെയോ മറ്റോ ഇല്ല.
പക്ഷേ ഇപ്പോൾ അത് ഇറങ്ങിയിരുന്നെങ്കിൽ ഐ വുഡ് സേ ദാറ്റ് ദിസ് മൂവി വുഡ് ഹാവ് ഹാഡ് സിഗ്നിഫിക്കൻ്റ്ലി മോർ റീച്ച്. ഐ ലൈക്ക് ദിസ് മൂവി, ഐ റിയലി ലൈക്ക് ദിസ് മൂവി. കാരണം ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് നമുക്കധികം കാണാൻ കിട്ടില്ല. ഒരു എൻ്റർടൈനറായിരുന്നു. ഒരു സമയം പോലും ബോർഡായിട്ടില്ല. ലൈക്ക് ആൻറ്റിസിപ്പേഷൻ ബിൽഡ് ചെയ്ത് ആ ഒരു ക്ലൈമാക്സിലോട്ട്, റൈറ്റ്. പിന്നെ ചില ആൾക്കാർ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കാണുമ്പോൾ സിനിമ ഇഷ്ടപ്പെടാം, ലൈക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും, റൈറ്റ്. ഈ ഒരു ഡബിൾ വർഷിപ്പ് കാണുമ്പോൾ സം പീപ്പിൾ മൈറ്റ് ബി ഗ്രോസ്ഡ് ഔട്ട് ബൈ ദ ഐഡിയ ഓഫ് ദാറ്റ്. അങ്ങനത്തെ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ടാവും. പിന്നെ പൃഥ്വിരാജിന് ആ ഒരു സമയത്താണോ എന്തോ പൃഥ്വിരാജിന് എതിരെ ഒരു ചെറിയ ഹെയ്റ്റ് ഉണ്ടായിരുന്നു ചില കാര്യങ്ങൾക്ക്. എനിക്കറിയാവുന്നൊരു ടീച്ചർ ഉണ്ടായിരുന്നു എന്നെ ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ച പുള്ളിക്കാരൻ പൃഥ്വിരാജിനെ കണ്ടു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇടയ്ക്ക് വന്നിട്ട് വെറുതെ പൃഥ്വിരാജിനെ കുറ്റം പറഞ്ഞിട്ട് പോകും. വല്ലപ്പോഴും ഒക്കെ, സ്ഥിരമൊന്നുമില്ല, ഒരു ഡയലോഗ് കുറ്റം പറഞ്ഞിട്ട് പോകും. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു അഹങ്കാരം ഉണ്ട്. എനിക്കൊന്ന് ലണ്ടൻ ബ്രിഡ്ജൊക്കെ ഇറങ്ങിയ ടൈമിലാണെന്ന് തോന്നുന്നു ആ ഒരു പൃഥ്വിരാജിന് ഒരു അഹങ്കാരമുണ്ടെന്നൊരു നെറേറ്റീവ് ആൾക്കാർ പുഷ് ചെയ്തത്. മേ ബി അതുകൂടെ കൊണ്ടായിരിക്കാം, റൈറ്റ്. പക്ഷേ ദിസ് എ ബ്യൂട്ടിഫുൾ മൂവി ആൻഡ് ഐ കനോട്ട് ഡിനൈ ഇറ്റ്. സച്ച് എ ഗുഡ് മൂവി. താങ്ക് യു സോ മച്ച് ഫോർ റെക്കമെൻഡിങ് ദിസ് മൂവി. ഐ തിങ്ക് 2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയല്ലോ. റിൻഷാൻ, റൈറ്റ്. ആൻഡ് ദ അതർ വൺ വാസ് ഫ്രണ്ട്സ് ഓഫ് സമ്മൺ, ആദർശ്. താങ്ക് യു സോ മച്ച് ഫോർ ബോത്ത് ഓഫ് യു ഫോർ റെക്കമെൻഡിങ് ദിസ് മൂവി. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് പൈപ്പ് ലൈനിലുള്ളത് ജോസഫാണ്. പിന്നെ വേറെ മൂവീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യൂ. റീസെൻ്റ്ലി ഇറങ്ങിയ മൂവീസ് ഐ വുഡ് പ്രിഫർ ഇറ്റ് മോർ. അല്ലെങ്കിൽ നമുക്ക് വേറെ നല്ല മൂവീസ് ഉണ്ടെങ്കിൽ, ഞാൻ കണ്ടിട്ടില്ല നല്ല മൂവീസ് ഉണ്ടെങ്കിൽ ഇപ്പം ഈ നിങ്ങൾ റെക്കമെൻഡേഷൻ ഫീൽഡ് കാണുമല്ലോ, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. രണ്ട് റുഡ്ജ് കണ്ടിട്ടില്ല. പുറിഞ്ചു മറിയം ജോസ് ഞാൻ ഇച്ചിരി കണ്ടിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. പത്മാവത് പട്ടാനൊന്നും കണ്ടിട്ടില്ല. നവ്യൂസിമി കണ്ടിട്ടില്ല. F1 കണ്ടിട്ടില്ല. F1 കാണണമെന്നുണ്ട് കേട്ടോ. Paris Minpur കണ്ടു, 3 Idiots കണ്ടു. Okay, yeah, that'll wait for this reaction. If you want me to react to any trailers, me or my cousin to react to any trailers or movies or something, let me know in the comment section below. We'll definitely take a look and I'll see you guys next video. Good night and goodbye.